കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെയും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെയും വിഷുദിനാശംസകൾ. ഈ ഒരു വിഷുക്കാലത്ത് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ എല്ലാ കോഴ്സുകളും അപ് ടു 30% ഓഫറോടുകൂടി നിങ്ങൾക്ക് ലഭ്യമാക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് മിത്തു. ഞാനിന്ന് വന്നിരിക്കുന്നത് ഡിഗ്രി പ്രിലിംസ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. ഡിഗ്രി പ്രിലിംസിന്റെ മാത്സിലെ ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിലേക്കാണ് എക്സാം അല്ലേ? നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ മാത്സിലെ പെർസെൻറ്റേജ് അല്ലെ ഒരു വെൻ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് ഡിഗ്രി പ്രിലിംസിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ ഇതിന്റെ 2-3 ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് അല്ലെ? പെർസെൻറ്റേജ് തന്നെ വെൻ ഡയഗ്രാം വെച്ച് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, അതെങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ ഒരു എക്സാമ്പിൾ വെച്ച് ഞാനൊന്ന് പറയുവാണ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു ക്ലാസ്സിൽ കുറച്ച് കുട്ടികളുണ്ട്. ആ കുറച്ച് കുട്ടികളിൽ ഇപ്പം പലതരത്തിൽ ചോദിക്കാം. ഓക്കെ, ഇത്ര ശതമാനം ആൾക്കാർ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന എക്സാമ്പിൾ ഒരു സ്കൂളിലെ ഒരു ക്ലാസ്സിലെ കുട്ടികൾ കളിക്കുന്ന കളികളെ പറ്റിയാണ്. ഓക്കെ, ഇപ്പോൾ കുറച്ച് ശതമാനം ആൾക്കാർ ക്രിക്കറ്റ് കളിക്കുന്നു, കുറച്ച് ശതമാനം കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നു, അത് രണ്ടും കളിക്കുന്നവരുണ്ട്, ഇനി ഒരു കളിയും കളിക്കാത്തവരുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതിന് നമ്മളൊന്ന് ഒരു വെൻ ഡയഗ്രാം പോലെ വരയ്ക്കുകയാണ്. ഓക്കെ, നോക്കിയേ, ഒരു ക്ലാസ്സിലെ മൊത്തം കുട്ടികളെ ഞാൻ ഈ ഒരു പെട്ടിക്കകത്ത് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ശതമാനം എത്ര? മുഴുവൻ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവര് 100% അല്ലെ? 100%, അതായത് മൊത്തം കുട്ടികളെയാണ് ഞാൻ ഈ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അതില് ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ എന്തിനെ പറ്റിയാണ് പറയുന്നത് ശ്രദ്ധിക്കുക. ചിലപ്പം കളിക്കുന്നവരെ പറ്റിയായിരിക്കും ക്വസ്റ്റ്യനിൽ പറയുന്നത്, അല്ലെങ്കിൽ കളിക്കാത്തവരെ പറ്റിയായിരിക്കും, അല്ലെങ്കിൽ ഒരു എക്സാമിന് ജയിച്ചവരെ പറ്റി, അല്ലെങ്കിൽ എക്സാമിന് ഫെയിൽ ആയവരെ പറ്റി, അല്ലെങ്കിൽ ഇന്ന ലാംഗ്വേജ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന ലാംഗ്വേജ് സംസാരിക്കാത്തത്, അങ്ങനെ ആയിരിക്കും തരുന്നത് അല്ലെ? അപ്പൊ ഞാനിപ്പോ പറയാൻ പോകുന്ന എക്സാമ്പിൾ ഒരു ക്ലാസ്സിൽ ഒരു കളി കളിക്കുന്നവരുടെ എക്സാമ്പിൾ ആണ് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറയുവാണ് 60 അല്ലെങ്കിൽ 50% ആളുകൾ ക്രിക്കറ്റ് കളിക്കുന്നു. ഓക്കെ, ഈ ഒരു ക്ലാസ്സിലെ 50% കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നു. ഇങ്ങനെ ആയിരിക്കും പറഞ്ഞത് അല്ലെ? 50% ആൾക്കാർ ക്രിക്കറ്റ് കളിക്കുന്നു അല്ലെ? ക്രിക്കറ്റ് മാത്രം കളിക്കുന്നു എന്നല്ല, ക്രിക്കറ്റ് കളിക്കുന്നു എന്നേ നമ്മൾ പറഞ്ഞുള്ളൂ. അപ്പൊ ക്രിക്കറ്റ് കളിക്കുന്നവരും വേറെ ഏതെങ്കിലുമൊക്കെ കളി കളിക്കുന്നവരും അതിനകത്ത് കാണും. ക്രിക്കറ്റ് കളിക്കുന്നവർ 50%. ഇനി ഫുട്ബോൾ കളിക്കുന്നവര്, അതിപ്പോ നമ്മൾ ഇങ്ങനെ ചേർത്താ വരയ്ക്കുന്നത്. 2 കളിയെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്, ക്രിക്കറ്റും ഫുട്ബോളും അല്ലെ? അപ്പോൾ അത് ചേർത്താണ് നമ്മൾ വരും, കാരണം അതിനകത്ത് രണ്ടും കളിക്കുന്നവരൊക്കെ ഉണ്ട് അല്ലെ? ഫുട്ബോൾ കളിക്കുന്നവര് ഞാൻ പറയുന്നു 40% ആളുകൾ എന്ന് പറയുന്നു. ക്ലിയർ ആണോ? ഇനി ഈ നടുക്ക് ഈ വരുന്ന എന്താ? അത് ബോത്ത് അല്ലെ? രണ്ടും കളിക്കുന്നവരാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അത് ഞാൻ പറയുന്നു എന്താണ്? 10% ആൾക്കാർ രണ്ടും കളിക്കുന്നവരുണ്ട് എന്ന് പറയാം. ക്ലിയർ ആണോ? അപ്പം 50% ഫുട്ബോൾ കളിക്കുന്നവര്, 50% ക്രിക്കറ്റ് കളിക്കുന്നവര്, 40% ഫുട്ബോൾ കളിക്കുന്നവര്. ഇനി ഈ 10% എന്താ? രണ്ടും കളിക്കുന്നവരാണ് ഈ 10% അല്ലെ? അപ്പം ഈ വട്ടത്തിനകത്ത് ഞാൻ വരച്ചേക്കുന്ന എന്താണ്? കളിക്കുന്നവരാണ് അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം കളിക്കുന്നവരുടെ യൂണിയൻ കണ്ടുപിടിക്കാനായിട്ട് വരും അല്ലെ? കളിക്കുന്നവരെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കളിയോ അല്ലെങ്കിൽ രണ്ടും കളിക്കുന്നവരോ അവരെല്ലാവരും കൂടെ ചേരുന്നതാണ് കളിക്കുന്നവരുടെ യൂണിയൻ, അല്ലെങ്കിൽ കളിക്കുന്നവർ എന്ന് പറയുന്നത് അല്ലെ? ഇനി ഈ വട്ടത്തിന് പുറത്ത് നിൽക്കുന്നവരാരാ? ഒരു കളിയും കളിക്കാത്തവരാണ് നിൽക്കുന്നത് അല്ലെ? ഒരു കളിയും കളിക്കത്തില്ല. ആ പുറത്ത് നിൽക്കുന്നതിന് ഒരു കളി പോലും അവർ കളിക്കുന്നില്ല എന്നാണ് അർത്ഥം. ക്ലിയർ ആണോ? അപ്പൊ ഒന്ന് നോക്കിയേ. അപ്പൊ ഈ കളിക്കുന്നവരെ എവിടെയും കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ക്രിക്കറ്റ് കളിക്കുന്നവര് 50% ഉണ്ട് അല്ലെ? ഫുട്ബോൾ കളിക്കുന്നവര് 40% ഉണ്ട്. ഇനി ഈ 10 എന്ന് പറയുന്നത് ഇതിനകത്തും ഉണ്ട്. അപ്പൊ ഒരു തവണ നമ്മൾ മൈനസ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ മൈനസ് ചെയ്യുമ്പം കളിക്കുന്നവരുടെ യൂണിയൻ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, അതായത് കളിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഒരു കളിയോ 2 കളിയോ ഏതെങ്കിലും കളിക്കുന്നവരാണ് ആ കളിക്കുന്നവരുടെ യൂണിയൻ എന്ന് പറഞ്ഞത്. അത് കിട്ടുന്ന എങ്ങനെയാ? 50യും 40യും കൂടെ ആഡ് ചെയ്തിട്ട് ഈ കോമൺ ഉള്ളതൊന്ന് മൈനസ് ചെയ്യുക അല്ലെ? ദാറ്റ് ഈസ് 90 - 10 80% എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? കളിക്കുന്നവരുടെ യൂണിയൻ അല്ലെ? ഗെയിം കളിക്കുന്നവരുടെ യൂണിയൻ എന്ന് പറയാം. ക്ലിയർ ആണോ? ഒരു ഇക്വേഷൻ എന്നോണം നമ്മൾ പറഞ്ഞാൽ എയും ബിയും എന്നുള്ള രീതിയിൽ, ഇക്വേഷൻ എന്നുള്ള രീതിയിലൊന്നും നിങ്ങളതിനെ കാണണ്ട. എ യൂണിയൻ, ഓക്കെ, സെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ വലിയ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. എയും ബിയും കളിക്കുന്നവര് അതേ ഉള്ളൂ. അല്ലെങ്കിൽ എയോ ബിയോ ഏതെങ്കിലും കളിക്കുന്നവരുടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ എ കളിക്കുന്നവര് പ്ലസ് ബി കളിക്കുന്നവര് മൈനസ് എന്താ?
ബോത്ത് അല്ലെ, ഇങ്ങനെയാണ് ബോത്ത്, ഇന്റർസെക്ഷൻ എന്ന് പറയും നമ്മൾ, കോമൺ. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇക്വേഷൻ എഴുതാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് എഴുതി എന്നുള്ളതേ ഉള്ളൂ, മനസ്സിലാക്കി പഠിച്ചാൽ മതി. ക്രിക്കറ്റ് കളിക്കുന്നവര് പ്ലസ് ഫുട്ബോൾ കളിക്കുന്നവര് മൈനസ് രണ്ടും കളിക്കുന്നവര് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? കളിക്കുന്നവരുടെ യൂണിയൻ കിട്ടി. ഓക്കെ, മൊത്തം കുട്ടികൾ 100 അല്ലെ, അപ്പൊ പുറത്ത് നിൽക്കുന്നവരേതാ? കളിക്കുന്ന ഈ ഉള്ളിലുള്ള എല്ലാം കൂടെ ചേർത്താണ് 80% എന്ന് പറയുന്നത്. അപ്പൊ പുറത്ത് എത്ര? 20% അല്ലെ, 100-ൽ നിന്ന് 80 കുറച്ചാൽ 20%. ക്ലിയർ ആണോ? ഇനി നമ്മളോട് പറയുക ടോട്ടൽ 100 ഉണ്ട്, 20% കളിക്കാത്തവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കളിക്കുന്നവരുടെ യൂണിയൻ അങ്ങനെയും കിട്ടത്തില്ലേ? 100-ൽ നിന്ന് 20 മൈനസ് ചെയ്താൽ 80. ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കാം. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ആൻ എക്സാമിനേഷൻ 52% സ്റ്റുഡൻറ് ഫെയിൽഡ് ഇൻ ഹിന്ദി ആൻഡ് 42% ഫെയിൽഡ് ഇൻ ഇംഗ്ലീഷ്. If 17% failed in both the subjects, what percent of students passed in both subject? Okay, 17% failed in both subject. എന്താണ്? പാസ്ഡ് both subjectന് പാസ് ആവരുടെ ശതമാനം ഉണ്ട്. നമുക്കൊന്ന് വരച്ച്, നമ്മൾ ഇപ്പൊ ഈ വരച്ചതുപോലെ വരച്ചാൽ ടോട്ടൽ 100% ഉണ്ട് അല്ലെ. നമ്മൾ വരയ്ക്കാൻ പോകുന്നത് എന്താ? ഫെയിൽ ആയവരുടെ പടമാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് അല്ലെ. ഹിന്ദിക്ക് ഫെയിൽ ആയവര് 52%, ഇത് ഹിന്ദി. ഇനി അടുത്ത ഇംഗ്ലീഷിന് ഫെയിൽ ആയത് 42%, ഇംഗ്ലീഷിന് ഫെയിലായി. ഇനി ഈ 17 എവിടാ നമ്മൾ എഴുതേണ്ടത്? 17% ഫെയിൽഡ് ഇൻ ബോത്ത്, അതായത് ഈ നടുക്ക് 17% ആണ് ബോത്ത് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം എന്താ? ഫെയിൽ ആയവരുടെ യൂണിയൻ കിട്ടാം അല്ലെ. അതായത് ഒരു ഫെയിൽ ആയി എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റിനോ അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്തോ ഫെയിൽ ആയവർ, അവരെല്ലാം കൂടെ ചേർത്താണ് ഫെയിൽ ആയവരുടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ അതെത്ര കിട്ടും? 52. ഹിന്ദിക്ക് ഫെയിൽ ആയവരെ പ്ലസ് ഇംഗ്ലീഷിന് ഫെയിൽ ആയവര് മൈനസ് രണ്ടിനും കൂടെ ഫെയിൽ ആയത് അല്ലെ. ഇതാണ് ഫെയിൽ ആയവരുടെ യൂണിയൻ അല്ലെ. യൂണിയൻ ഓഫ് ഫെയിൽ ആയവരെല്ലാം കൂടെ എത്ര ആണെന്ന് ചോദിച്ചാൽ ഇതാണ്. ഫെയിൽ ആയി എന്ന് പറഞ്ഞാൽ ഒന്നീ ഒരെണ്ണത്തിന് അല്ലെങ്കിൽ രണ്ടെണ്ണത്തിന് ഫെയിൽ ആയവർ ഫെയിൽ ആയതാ അല്ലെ. സോ നമുക്ക് ആഡ് ചെയ്യാം. 94 മൈനസ് 17, 77% ആൾക്കാര് ഫെയിൽ ആയി അല്ലെ. ഫെയിൽ ആയവരുടെ യൂണിയൻ ആണ്. നമുക്ക് വേണ്ട എന്താ? ബോത്ത്, രണ്ടും പാസ്സായവർ എത്ര ആണ്? അപ്പൊ ഫെയിൽ ആയവരുടെ യൂണിയൻ 77 ആണ്. മൊത്തവും കുട്ടികൾ 100%. അപ്പൊ 100-ൽ നിന്ന് ഫെയിൽ ആയവർ മൈനസ് ചെയ്താൽ രണ്ടിനും ജയിച്ചവര് കിട്ടത്തില്ലേ? 100 മൈനസ് 77, 23%. ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ എ 23%. കൺസെപ്റ്റ് ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ സ്കൂൾ 40% students play football and 50% play cricket. 18% of students neither play football nor cricket. The percent of students playing both. Clear ആണോ? ഒരു സ്കൂളിൽ 40% ഫുട്ബോൾ കളിക്കും. ഫുട്ബോൾ കളിക്കുന്നവര് 40%, ക്രിക്കറ്റ് കളിക്കുന്നവര് 50%. If 18% of students neither play football nor cricket, അവർ കളിക്കാത്തവരാണ്. അതെവിടാ വരുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. ഈ വട്ടത്തിനകത്താണോ? ഈ വട്ടം നമ്മൾ ചെയ്യുന്നത് കളിക്കുന്നവരുടെയാണ്. സോ ഇവിടെ പുറത്ത്, ഈ പുറത്താണ് 18% എന്ന് പറയുന്നത്. ഇനി the percent of students playing both, അതായത് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ലെറ്റ് ഇറ്റ് ബി എക്സ്, ഞാൻ അതിനെ എക്സ് എന്ന് കൊടുക്കുന്നത്. ഇത് രണ്ടും കളിക്കുന്നവര് എക്സ് അല്ലെ, അതാ കണ്ടുപിടിക്കാനുള്ളത്. എങ്ങനെ കണ്ടുപിടിക്കാം? ഈ കളിക്കുന്നവരുടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാ. ഫുട്ബോൾ കളിക്കുന്നവരെ പ്ലസ് ക്രിക്കറ്റ് കളിക്കുന്നവരെ മൈനസ് ഈ ബോത്ത് മൈനസ് ചെയ്താൽ കിട്ടും അല്ലെ. അത് മറ്റൊരു രീതിയിലും കിട്ടും. എങ്ങനെയാ? ടോട്ടൽ 100% ആണ്. ഒരു കളിയും കളിക്കാത്തവരെന്ന് പറഞ്ഞാൽ 18% അല്ലെ. അപ്പൊ കളിക്കുന്നവരുടെ യൂണിയൻ നമുക്ക് എങ്ങനെ കിട്ടും? ആ 100-ൽ നിന്ന് ഈ 18 കുറച്ചാൽ ഇത് കിട്ടത്തില്ല. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ഇത് കണ്ടുപിടിച്ചിട്ട് ഈ പുറത്തുള്ള കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? ഇത് 100-ൽ നിന്ന് മൈനസ് ചെയ്തു. അതുപോലെ തന്നെ 100-ൽ നിന്ന് 18 കുറച്ചാൽ നമുക്ക് ഇവരുടെ യൂണിയൻ കിട്ടും അല്ലെ, കളിക്കുന്നവരുടെ യൂണിയൻ കിട്ടും. അതെത്ര വരും? 100 മൈനസ് 18 അല്ലെ, എന്ത് വരും? 82% എന്ന് വരും. എന്ത്? കളിക്കുന്നവരുടെ യൂണിയൻ അല്ലെ. അത് നമ്മൾ ഈ വാല്യൂസ് വെച്ച് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഫുട്ബോൾ കളിക്കുന്നവരെ പ്ലസ് ക്രിക്കറ്റ് കളിക്കുന്നവര് മൈനസ് രണ്ടും കളിക്കുന്നവര് മൈനസ് ചെയ്യുമ്പോഴും നമുക്ക് ആ യൂണിയൻ കിട്ടും അല്ലെ. അതാണ് 82 എന്ന് പറയുന്നത് അല്ലെ. സോൾവ് ചെയ്താൽ പോരായോ? ക്ലിയർ അല്ലേ? സോൾവ് ചെയ്തേ. 90 minus x will be equal to 82. That is x will be equal to 90 minus 82. 8 അല്ലെ. 8% ആണ് ബോത്ത്, രണ്ട് കളിയും കളിക്കുന്നവര് 8%. ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ആൻ എക്സാമിനേഷൻ 60% candidates passed in English,
70% candidates passed in maths, but 20% failed in both of these subjects. If 2,500 candidates passed in both subjects, find the number of candidates appeared for the examination. Okay. അപ്പൊ ഇവിടെ വരെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഒരു നമ്പർ തന്നേക്കുവാണ് അല്ലെ. ബോത്ത് രണ്ട് സബ്ജക്റ്റിനും ജയിച്ചവര് 2500 ആണെന്ന് അല്ലെ. അപ്പൊ ആ രണ്ട് സബ്ജക്റ്റിനും ജയിച്ചവരുടെ ശതമാനം കണ്ടുപിടിക്കുക എന്നുള്ള നമ്മൾ അർത്ഥമാക്കുന്നത് അല്ലെ. അത്രയും ശതമാനം 2500 ആണെങ്കിൽ ടോട്ടൽ ശതമാനം കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ അല്ലേ? അപ്പൊ നേരത്തെ പോലെ തന്നെയാണ് 60% ഇംഗ്ലീഷിന് പാസ്സായി അല്ലെ. അപ്പൊ ഇംഗ്ലീഷ് 60%. ഇനി 70% മാത്സിന് പാസ്സായി, മാത്സിന് 70%. ഇനി പെട്ടെന്ന് ഈ ബോത്ത് എന്നുള്ളത് കൊണ്ട് നടുക്കിടരുത്, ശ്രദ്ധിച്ചോണം. 20% ഫെയിൽഡ് ആണ്. അപ്പൊ നമ്മൾ ഈ വരച്ചുകൊണ്ടിരിക്കുന്നത് പാസ്സായവരുടെ, അപ്പൊ പുറത്ത് നിൽക്കുന്നതാണ്. ഇതാണ് 20%. ക്ലിയർ ആണോ? ഓക്കെ. അപ്പം ഇത് നമുക്ക് അറിയത്തില്ല അല്ലെ. ഇതിന്റെ നമ്പർ നമ്മളിപ്പോ പെർസെന്റേജ് അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്പറാണ് അറിയുന്നത്. നമ്മൾ ആദ്യം പെർസെന്റേജ് കണ്ടുപിടിക്കുക. അപ്പൊ ഞാൻ പറയുന്നു ബോത്ത് എന്നുള്ളത് X% ആണ്. അപ്പൊ അത് കണ്ടുപിടിക്കുക. നേരത്തെ നമ്മൾ ചെയ്തതിന്റെ കൂട്ട് ഇതെന്താ, പാസ്സായവരെ നമ്മൾ വരച്ചിരുന്നത്. അപ്പൊ പാസ്സായവരുടെ യൂണിയൻ എങ്ങനെ കണ്ടുപിടിക്കും? 100ൽ നിന്ന് ഈ രണ്ടിനും എന്താണ് ഫെയിൽ ആയവന് 20%, അത് മൈനസ് ചെയ്താൽ പോരായോ? 100 - 20 80% അല്ലെ. 80% ആണ് പാസ് ആയവരുടെ യൂണിയൻ എന്ന് പറയുന്നത്. അതെങ്ങനെ, അതിനി നമുക്ക് ഈ ഇവിടുന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഇംഗ്ലീഷിന് പാസ്സായവര് പ്ലസ് മാത്സിന് പാസ്സായവര് മൈനസ്, രണ്ടിനും കൂടെ പാസ്സായവർ ഇതിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? ആ യൂണിയൻ കിട്ടും അല്ലെ. അത് നമ്മൾ 80 ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്യുന്നു. സോൾവ് ചെയ്തേ. 130 മൈനസ് എക്സ് വിൽ ബി ഈക്വൽ ടു 80. ദാറ്റ് ഈസ് എക്സ് വിൽ ബി ഈക്വൽ ടു 130 മൈനസ് 80. അപ്പൊ എന്താ വരുന്നേ? 50 അല്ലെ. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി? 50% എന്ന് കിട്ടി. അത് തന്നെയാണ് പറഞ്ഞത്. ആ 50% ടോട്ടലിന്റെ അല്ലെ, ടോട്ടലിന്റെ 50% എന്ന് പറഞ്ഞാൽ 2500 അല്ലെ. ദാറ്റ് ഈസ് 50% ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് എന്ത്? ഈ 2500. 50% 2500 ആണെങ്കിൽ 100% എത്ര? അതിന്റെ ഇരട്ടി എടുക്കുക, 5000 അല്ലെ. ഇനിയല്ല നിങ്ങൾ ഇങ്ങനെ സോൾവ് ചെയ്യാനാണെങ്കിൽ അങ്ങനെയും സോൾവ് ചെയ്യാം. 50/100 ഓഫ് എക്സ് ഈക്വൽ ടു 2500. ദാറ്റ് ഈസ് എക്സ് വിൽ ബി ഈക്വൽ ടു എന്ത് വരും? ഇൻറ്റു 100/50 അല്ലെ, 5000 എന്ന് വരും. ക്ലിയർ ആണോ? അതായത് ഇത്രയേ ഉള്ളൂ. 25% എന്ന് പറയുന്നതാണ് നമുക്ക് 2500 കിട്ടിയേക്കുന്നത് അല്ലെ. നമുക്ക് വേണ്ട അല്ലെ 25 അല്ല 50, സോറി 50% എന്ന് പറയുന്നതാണ് 2500 കിട്ടിയേക്കുന്നത്. ടോട്ടൽ എത്ര? 100%. അപ്പൊ 100% എത്ര? ഇതിന്റെ ഇരട്ടി എടുത്താൽ പോരായോ? ക്ലിയർ അല്ലേ? ഓപ്ഷൻ എ. ഓക്കെ ആണോ? അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നോക്കിയേ. ഇത് 2022 നടന്ന ഡിഗ്രി പ്രിലിംസിന്റെ 3rd ഫേസിൽ ചോദിച്ച ചോദ്യമാണ്. ഇതേ മോഡലിലുള്ള ചോദ്യം അല്ലെ. ഒന്ന് ചെയ്ത് നോക്കിയേ. ഇൻ എ വില്ലേജ് 50% of people have car, 30% have two-wheeler, and 15% have both car and two-wheeler. What percent of people in the village has neither car nor two-wheeler? അല്ലെ, ചെയ്ത് നോക്കിയേ. 50%ന് കാർ ഉണ്ട്, 50% ആൾക്കാർക്ക് കാർ ഉണ്ട്, 30% ആൾക്കാർക്ക് ടൂ വീലർ ഉണ്ട്, 15%ന് ബോത്ത് അല്ലെ, രണ്ടും ഉള്ളത് 15% ഉണ്ട് അല്ലെ. പുറത്ത് ടോട്ടൽ ആൾക്കാരുണ്ട്, വില്ലേജിലുള്ള ടോട്ടൽ ആൾക്കാർ. ആ പുറത്ത് വരുന്ന എത്രയാണ്? പീപ്പിൾ ഹാവ് നെയ്തർ കാർ അല്ലെ, കാറോ ടൂ വീലറോ ഇല്ലാത്തവരാണ് ഇവിടെ ഉള്ളത്. അതാ കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഈ കാർ അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ ഉള്ളവരുടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർ ഉള്ളവര് പ്ലസ് ടൂ വീലർ ഉള്ളവര്. അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഒരു തവണ നമ്മൾ രണ്ടും ഉള്ളത് മൈനസ് ചെയ്യുക. ക്ലിയർ അല്ലേ? സോ 80 മൈനസ് 15 എന്തുവരും? 565 അല്ലെ. 65% എന്ന് കിട്ടും. എന്ത്? ഒരു വെഹിക്കിൾ എങ്കിലും ഉള്ള അല്ലെ, വെഹിക്കിൾ ഉള്ളവരുടെ യൂണിയൻ, അത് കാറോ ടൂ വീലറോ അല്ലെങ്കിൽ രണ്ടും ഉള്ള, അതെല്ലാം കൂടെ ചേർത്തുള്ള യൂണിയൻ നമുക്ക് 65 കിട്ടും അല്ലെ. ഇപ്പൊ ടോട്ടൽ 100ൽ നിന്ന് 65 കുറച്ചാല് ഒരു വെഹിക്കിളും അല്ലെ, കാറും ഇല്ല ടൂ വീലറും ഇല്ലാത്തവരുടെ എണ്ണം കിട്ടും. 100 മൈനസ് 65. ക്ലിയർ അല്ലേ? എന്തുവരും? 35%. ഓപ്ഷൻ ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും 2024 ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസിൽ ചോദിച്ച ചോദ്യമാണ്. ഇൻ ആൻ എക്സാമിനേഷൻ 40% സ്റ്റുഡന്റ് ഫെയിൽഡ് ഇൻ ഇംഗ്ലീഷ്, 53% in maths, and 15% failed in both subjects. What percent of those who passed in both subjects? എന്താണ്? ഫെയിൽ ആയവരുടെയാണ് ഇവിടെ പറയുന്നത് അല്ലെ. 40% ആൾക്കാര് എന്താ ഇംഗ്ലീഷിന് ഫെയിലായി, 53% ആൾക്കാര് മാത്സിന് ഫെയിലായി, 15% എന്താണ് ഫെയിൽഡ് ഇൻ ബോത്ത് സബ്ജക്ട്സ്. ഇവിടെ 15
അല്ലെ? ബോത്ത് സബ്ജക്റ്റിന് ഫെയിൽ ആയവരാണ് 15. എന്താണ് ദെൻ പാസ് അല്ലെ? 2 സബ്ജക്റ്റിനും കൂടെ പാസ് ആയിട്ട് ടോട്ടൽ ഉണ്ട്. ഈ പുറത്ത് നിൽക്കുന്നത് കണ്ടുപിടിക്കണം. ക്ലിയർ അല്ലേ? ദറ്റ് ഈസ് 40 പ്ലസ് 53 മൈനസ് 15 ചെയ്താൽ എന്താ? ഫെയിൽ ആയവരുടെ യൂണിയൻ കിട്ടും. ക്ലിയർ അല്ലേ? ദറ്റ് ഈസ് 93 മൈനസ് 15 അല്ലെ? എന്ത് വരും? 78 അല്ലെ? 78% ആണ് എന്ത് വരുന്നത്? ഫെയിൽ ആയവരുടെ യൂണിയൻ. നമുക്ക് വേണ്ടത് രണ്ടിനും പാസ് ആയവരാ. 100 മൈനസ് ചെയ്താൽ പോരായോ? 100 മൈനസ് 78 അല്ലെ? നമുക്ക് എന്ത് വരും? 22%. ക്ലിയർ അല്ലേ? 22% ഓപ്ഷൻ ഡി. ക്ലിയർ ആണോ? അപ്പൊ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനി വന്നാൽ ചെയ്യാൻ അറിയാമല്ലോ. അപ്പൊ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയോളുക. ഓക്കെ. നമ്മുടെ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 10 ദിവസങ്ങളിലായിട്ട് 10 മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ മോക്ക് ടെസ്റ്റുകളിലും 100 ക്വസ്റ്റ്യൻസ് വീതം, അങ്ങനെ 1000 പുതിയ ക്വസ്റ്റ്യനുകളാണ് നിങ്ങളിലേക്ക് എത്തുന്നത് അല്ലെ? ഓരോ എക്സാമും, ഏതൊരു എക്സാം ക്രാക്ക് ചെയ്യാനാണെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക അല്ലെ? മോഡൽ എക്സാമുകൾ എഴുതുക. അങ്ങനെയാണ് നമുക്കൊരു എക്സാം നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ഒരു ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പൊ ഇതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Thank you.